ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിരുന്നറിയാം. എന്ത് ചെയ്യാനാ, വീഡിയോസ് കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇടാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്, സമയം വേണം. പിന്നെ ഇത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണല്ലോ. അപ്പം വേറൊരാളുടെ സഹായം ചോദിക്കാനും എന്താ പറയുക, നമ്മുടെ ഈഗോ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വീഡിയോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടണം എന്ന് വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ എന്താണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗോൾഡ് സ്കീമിനെ പറ്റി പറയാനാണ്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് ഒരു ഗോൾഡ്, അവിടെ നിന്ന് ഞാൻ ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്തതിന് ശേഷം അവരുടെ ഞാൻ നമ്പർ സേവ് ചെയ്തുകൊണ്ട് എനിക്ക് സ്റ്റാറ്റസ് ആയിട്ട് അവരുടെ എന്താ പറയുന്നത് അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തവണ അവരുടെ ഗോൾഡ് സ്കീമിനെ പറ്റി കണ്ടു. അപ്പോൾ ഗോൾഡ് സ്കീമിനെ പറ്റി കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ ഗോൾഡ് സ്കീമിൽ തുടങ്ങാം. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ എത്ര പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ അടയ്ക്കാം മാസത്തിൽ. ഇപ്പം നമ്മൾ ഇന്ന് 1-ാം തീയതിയാണ് ഈ മാസം തുടങ്ങിയെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ നമുക്ക് 30-ാം തീയതി അടയ്ക്കാൻ പറ്റുമെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് സൗകര്യം അനുസരിച്ച് അടച്ചാൽ മതി. കറക്റ്റായിട്ട് എല്ലാ മാസവും അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 11 മാസം അടച്ചു കഴിയുമ്പോൾ 12-ാമത്തെ മാസം നമ്മൾ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബോണസ് ആയിട്ട് കിട്ടുന്നു, ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഗോൾഡിനകത്ത് അവർ എത്ര രൂപയാണ്, മീൻസ് ഇപ്പോഴത്തെ ഗോൾഡ് അനുസരിച്ച് ഉള്ള പൈസ ആയിരിക്കത്തില്ല, നമ്മൾ പിന്നീട് നമ്മൾ അത് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഗോൾഡിൻ്റെ റേറ്റാണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനാണ് എന്ത് ചെയ്തു, ഞാൻ ഇടയ്ക്ക് ഒന്ന് നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ കയ്യിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ നേരത്തെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇനിയുള്ള പേയ്മെൻറ്റ് കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ചെയ്യാം, അപ്പോൾ എനിക്ക് ആ ഗോൾഡ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, നമ്മൾ എല്ലാ മാസമായിട്ട് തന്നെ അടയ്ക്കണം. അങ്ങനെ ലാസ്റ്റ് ഇയർ, അതായത് ഫുൾ പേയ്മെൻറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വെയിറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ 11 മാസം വരെ അടച്ചു. അപ്പം ഞാൻ 11-ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഇനി എനിക്ക് എപ്പോഴാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ റിപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇനിയിപ്പോൾ എനിക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്ര ഗ്രാമാണ് എനിക്ക് എടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പം ഏകദേശം ഞാൻ 5000 വെച്ച് അടച്ചുകൊണ്ട് 55,000 ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇന്നത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ച് ഗോൾഡിന് ഇത്ര രൂപയാണ്, അപ്പം എനിക്ക് ഇത്ര മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്, സാധാരണ ഗോൾഡ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗോൾഡ് സ്കീമിൽ തുടങ്ങുന്ന സമയത്ത് അന്നത്തെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ആ റേറ്റിൻ്റെ ഗോൾഡാണ് നമ്മൾ പിന്നീട് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കുക ഗോൾഡ്, സാധാരണ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സോറി എനിക്ക് തെറ്റിപ്പോയതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ദിവസമായപ്പോൾ പിന്നെയും ചോദിച്ചപ്പം അവർ തലേന്ന് തെറ്റിപ്പോയെന്ന് പറഞ്ഞവർ പിന്നെ പറയാണ്, ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഇപ്പം അടച്ച് തീർന്നു കഴിഞ്ഞ് ലാസ്റ്റ് മാസം, അതായത് ഇപ്പം തീർന്നതിൻ്റെ മാസത്തിലെ എത്ര രൂപയാണ് ഗോൾഡ് റേറ്റ്, ആ റേറ്റിനനുസരിച്ചാണ് ഗോൾഡ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഒരു കൊല്ലത്തിൻ്റെ ഇതനുസരിച്ച് പവന് 20,000 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നേക്കുന്നത്. കുറഞ്ഞത് 20,000 കറക്റ്റായിട്ടില്ലെന്ന് തോന്നുന്നു, എന്തായാലും കുറഞ്ഞത് 20,000 ഡിഫറൻസ് എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, സാധാരണ ഞാനിത് ആദ്യമായിട്ടല്ല ഈ ഗോൾഡ് സ്കീം തുടങ്ങുന്നത്, ഇവരുടേതിനകത്ത് ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ അല്ലാതെ ഗോൾഡ് സ്കീമിന് ഞാൻ തുടങ്ങിയിട്ടുള്ള ആളാണ്, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോഴും മലബാറിൻ്റെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ വലിയ ഇതിനകത്തൊക്കെ ചെയ്യും, പക്ഷെ ഇവരുടെ അതിനകത്ത് അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കാശ് തരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കാശ് തിരിച്ച് റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് എന്നോട്, അയ്യോ ഞങ്ങളെ ഇവിടെ നിന്ന് ഗോൾഡ് തന്നെ പർച്ചേസ് ചെയ്യണം, റീഫണ്ട് ചെയ്യാൻ പറ്റൂല എന്ന്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും, എനിക്ക് എൻ്റെ കാശ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പം മലബാറിലാണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ഗോൾഡ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാശ് അവർ റീഫണ്ട് ചെയ്യും. കാരണം അവർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഗോൾഡ് ആകുമ്പോഴത്തേക്കും ആ റേറ്റിന് നമുക്ക് ഗോൾഡ് തരണമല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ആരാ പറഞ്ഞത്, മലബാറിൽ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്ക്, ഞങ്ങളുടെ ഇവിടെ മലബാറിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫുണ്ട്, സ്റ്റാഫ് പറഞ്ഞു പോലും. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്റ്റാഫ് പറഞ്ഞെങ്കിൽ ഞാനെന്ത് വേണം, ഞാൻ ഓൾറെഡി മലബാറിൽ 2 തവണ ഞാൻ മേടിച്ചും കഴിഞ്ഞതാണ്, ഇപ്പം ഞാൻ ഓൾറെഡി അടുത്തത് ചെയ്യുന്നുമുണ്ട്. അതിനകത്ത് അവർ എനിക്ക് എഴുതി നിന്നിട്ടുണ്ട് അന്നത്തെ ഗോൾഡ് റേറ്റ് എത്രയാണെന്ന്, ആ റേറ്റിനനുസരിച്ചാണ് ഇനി ഒരു കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഗോൾഡ് കിട്ടുക എന്നും പറഞ്ഞു. പിന്നെ ഞാനിനി ആരോട് കൺഫേം ചെയ്യണം, നിങ്ങൾ പോയി കൺഫേം ചെയ്യാൻ പറഞ്ഞു.
അവർക്ക് അത്രയ്ക്കും സംശയമാണെങ്കിൽ അവർ കൺഫേം ചെയ്യട്ടെ. കാരണം എനിക്ക് സംശയമില്ല. കാരണം ഞാൻ മേടിച്ച സാധനമാണ്. മേടിച്ച സാധനം എനിക്ക് ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എൻ്റെ കാശ് മതി. നിങ്ങളുടെ ബോണസും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ തന്ന 55,000 രൂപ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്യണം, ഞങ്ങൾ മാനേജറും ഒക്കെ ആയിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഒരാഴ്ചയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തോളാം, എനിക്ക് എൻ്റെ കാശ് വേണം. കാരണം ഞാൻ ആരെയും പറ്റിച്ചുണ്ടാക്കിയ കാശൊന്നുമല്ല, ഞാൻ ആരെയും പറ്റിച്ച് ഉണ്ടാക്കാറുമില്ല കാശ്. കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വേറെ ഒരാൾക്ക് വെറുതെ ഞാൻ കൊണ്ട് കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ കാശ് ഞാൻ തിരിച്ച് മേടിക്കുന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ കാശ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ സംസാരിച്ചിട്ട് പറയാം കാശ് തരാൻ പറ്റുമൊന്നുമില്ലേ എന്നുള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പൈസ റീഫണ്ട് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഇന്നത്തേക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, അവരുടെ പൈസ അവർ കുറേ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് പറ്റിയില്ല അത്രയും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അനക്കമില്ല. അത് എനിക്കിപ്പം എന്തായാലും കിട്ടി, 2 ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ കിട്ടി. എനിക്ക് ഇന്നാണ് കാശ് കിട്ടിയത്. ഞാനിപ്പോൾ പറയാൻ വന്ന ഇതൊന്നുമല്ല, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. കാരണം ഗോൾഡ് സ്കീം എൻ്റെ അറിവിൽ ഇനി നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇതേപോലെയാണ് ഗോൾഡ് സ്കീം അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അറിവ് ഇല്ലായ്മയാണോ എന്ന് അറിയത്തില്ലല്ലോ. ഇനി മലബാർ, ജോയി ആലുക്കാസ് അവിടെയൊക്കെ മാത്രമാണോ നമ്മൾ സ്കീം തുടങ്ങുന്ന സമയത്തുള്ള ഗോൾഡ് റേറ്റിൽ അനുസരിച്ച് ഗോൾഡ് തരുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കടകളിലൊക്കെ അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ.